ഇന്നത്തെ അറിയിപ്പുകൾ. കേന്ദ്ര സർവീസിൽ വിവിധ തസ്തികകളിൽ 12,256 ഒഴിവുകളിൽ നിയമനത്തിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 2026 കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ വഴിയാണ് നിയമനം. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഇൻസ്പെക്ടർ പ്രിവൻറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, ഓഡിറ്റർ അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് തുടങ്ങി ഒട്ടേറെ ഒഴിവുകളുണ്ട്. അംഗീകൃത സർവകലാശാല ബിരുദമല്ലെങ്കിൽ അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതിയവർക്കും അപേക്ഷിക്കാം. 2026 ഓഗസ്റ്റ് 1 യോഗ്യത നേടിയിരിക്കണം. ഓൺലൈൻ അപേക്ഷ ജൂൺ 22 വരെ സ്വീകരിക്കും. കേരളത്തിലെ 108 സർക്കാർ ഐ.ടികളിലായി 78 ട്രേഡുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. NCVT അംഗീകാരമുള്ള ഏകവത്സര, ദ്വിവത്സര 6 മാസ കോഴ്സുകളാണ് ഉള്ളത്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിൻ്റെ ജാലക പോർട്ടൽ വഴി ജൂൺ 30 വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ നിന്നോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റിലൂടെ അപേക്ഷ പൂരിപ്പിച്ച് ആ പോർട്ടലിൽ തന്നെ ഓൺലൈൻ വഴി 100 രൂപ ഫീസ് അടച്ച് സംസ്ഥാനത്തെ ഏത് സർക്കാർ ഐ.ടികളിലേക്കും പ്രവേശനത്തിന് അപേക്ഷിക്കാം. അപേക്ഷ നൽകിയ ശേഷം നിശ്ചിത തീയതിയിൽ ഓരോ ഐ.ടിയുടെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റ്, അഡ്മിഷൻ തീയതി എന്നിവ പരിശോധിച്ച് വിവിധ ഐ.ടികളിലേക്കുള്ള പ്രവേശന സാധ്യത വിലയിരുത്താം. റാങ്ക് ലിസ്റ്റ് ഐ.ടികളിലും പ്രസിദ്ധീകരിക്കും. അപേക്ഷ സമർപ്പിച്ച ശേഷം സമീപത്തുള്ള ഏതെങ്കിലും സർക്കാർ ഐ.ടികളിൽ നേരിട്ടെത്തി വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കണം. അപേക്ഷ സ്വീകരിക്കുന്നത് മുതൽ അഡ്മിഷൻ വരെയുള്ള വിവരങ്ങൾ SMS മുഖേനയും ലഭിക്കും. സർക്കാർ ജീവനക്കാർക്കുള്ള അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ. പകരം നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ജീവനക്കാർക്കായി LDF സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് പകരം നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ വരുത്താനാണ് UDF സർക്കാർ ആലോചിക്കുന്നത്. ജനുവരിയിൽ മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയും ഇത് നടപ്പിലാക്കി തെരഞ്ഞെടുപ്പിന് മുൻപ് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ പദ്ധതി പ്രാബല്യത്തിലായിട്ടില്ല. ഈ പദ്ധതി UDF സർക്കാർ തുടരാനും സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. പകരം പങ്കാളിത്ത പെൻഷൻ ഫണ്ടിലേക്കുള്ള പ്രതിമാസ സർക്കാർ വിഹിതം അടിസ്ഥാന ശമ്പളത്തിന്റെ 10% നിന്ന് 14% വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയാണ് സർക്കാരിന് മുന്നിലുള്ളത്. കേന്ദ്ര സർക്കാരും ചില സംസ്ഥാനങ്ങളും വിഹിതം നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ ഇതുവഴി സർക്കാരിനുണ്ടാകുന്ന അധിക ചെലവിന് പണം കണ്ടെത്തേണ്ടി വരും. വിഷയം പഠിക്കാൻ സമിതിയെ വെച്ചേക്കും. DA കുടിശ്ശിക നൽകുക, ഭവന വായ്പാ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നീ തീരുമാനങ്ങളും ബജറ്റിൽ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെൻസസ് ജോലിക്ക് 50%-ലധികം അധ്യാപകർ നിയോഗിക്കപ്പെട്ടുള്ള സ്കൂളുകളുടെ വിവരങ്ങൾ തേടി വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകളിൽ അധ്യയനത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. അടുത്ത മാസം നടക്കുന്ന സെൻസസ് ഡ്യൂട്ടിക്കായി സ്കൂൾ അധ്യാപകരെ വ്യാപകമായി നിയമിക്കുന്നത് അധ്യയനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. ഉപഡയറക്ടർമാർക്കാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബന്ധപ്പെട്ട സ്കൂളുകളുടെ വിവരങ്ങൾ ജില്ലാ കലക്ടർമാർക്ക് സമർപ്പിക്കണം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 60,000 അധ്യാപകർക്കാണ് സെൻസസ് ഡ്യൂട്ടിയുള്ളത്. ഈ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവരെ സ്ഥലം മാറ്റാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവുള്ളതിനാൽ അധ്യയന വർഷത്തെ അധ്യാപക സ്ഥലമാറ്റവും മരവിപ്പിച്ചിരിക്കുകയാണ്. സാധാരണ മധ്യവേനൽ അവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന സെൻസസ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂലം വൈകിയതോടെ ഇരട്ടി ജോലിഭാരമാകുമെന്ന് അധ്യാപകർ പറയുന്നു. വീടുകൾ കയറിയിറങ്ങിയുള്ള വിവരശേഖരണമാണ് ജൂലൈ 1 മുതൽ 31 വരെ നടക്കുന്നത്. ഇതിനായി എന്യൂമറേറ്റർമാരായി LP മുതൽ ഹൈസ്കൂൾ വരെയുള്ള അധ്യാപകരെയും സൂപ്പർവൈസർമാരായി ഹയർ സെക്കൻഡറി അധ്യാപകരെയുമാണ് നിയമിക്കുന്നത്. വേണ്ടത്ര അധ്യാപകരെ ലഭിച്ചില്ലെങ്കിൽ മാത്രമാണ് മറ്റ് വകുപ്പുകളിലെ ജീവനക്കാരെ നിയോഗിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.